Themes and techniques of modernist literature ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. മോഡേണിസ്റ്റ് തീംസിനകത്ത് ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഡിസൊല്യൂഷൻമെന്റ് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ക്രൈസിസ് ആണ്. അതായത് ഒപ്റ്റിമിസം എല്ലാം പോയി, വാറൊക്കെ ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൈൻഡ് ഓഫ് കയോസ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത്. വിക്ടോറിയൻ ഏജ് എന്ന് പറയുമ്പോൾ 1837 to 1901 1914 ഒക്കെ ആയപ്പോഴത്തേക്ക് വേൾഡ് വോറും കാര്യങ്ങളും ഒക്കെ വന്നു. പതുക്കെ 1901 കഴിയുമ്പോൾ മോഡേണിസം പതുക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ആ ഒപ്റ്റിമിസം അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി എല്ലാം പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി സൊസൈറ്റിയിൽ നിന്ന്. അതുപോലെ തന്നെ ഇപ്പൊ സൊസൈറ്റിയിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലിറ്ററേച്ചറിനകത്തും ദാറ്റ് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ്. ഇപ്പൊ ടി.എസ്. ഇലിയട്ട് ഒരു മോഡേണിസ്റ്റ് റൈറ്റർ ആണ്. അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വർക്ക് ആണ് ദ വേസ്റ്റ്ലൻഡ് എന്ന് പറയുന്നത്. ആ വേസ്റ്റ്ലൻഡിനകത്തും ആ ഒരു പോയത്തിനകത്ത് വരുന്ന തീം എന്ന് പറയുന്നത് സ്പിരിച്വൽ ഡീജനറേഷൻ ആണ്. അതായത് ഒരു സ്പിരിച്വൽ ഡ്രൈനെസ്, സ്പിരിച്വാലിറ്റി ഇല്ല, അല്ലെങ്കിൽ എന്തിനും ഏതിനും ഒരു കൈൻഡ് ഓഫ് ഇൻഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു കെയോസ്, ഒരു കോൾഡ് ട്രീറ്റ്മെന്റ്, ഒരു ഗ്രോത്ത് ഇല്ല, എന്തോ ഒരു സ്റ്റാഗ്നന്റ് ആയിട്ട് ഗ്രോത്ത് സ്റ്റോപ്പ് ആയ പോലെ കിടക്കുന്നു. ഇപ്പൊ വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം, അതായത് 1914 to 1918 ആണ് വേൾഡ് വാർ ഫസ്റ്റ്. അതിനുശേഷം പിന്നെന്താണ്, ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വൽ ബാരൻനെസ് ആയിരുന്നു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. ഫെയ്ത്ത് എല്ലാം നഷ്ടപ്പെട്ടു, റിലീജിയനിലുള്ളതും ട്രഡീഷനിലുള്ളതും എല്ലാം. ബിക്കോസ് മോഡേൺ ലൈഫ് വാറിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. വയലൻസ്, ബ്ലഡ് ഷെഡ്, പിന്നെ ടെക്നോളജി, വാർ, ഒരു കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ ആൻഡ് കെയോസ് സിറ്റി ലൈഫിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ലൈഫിലാണെങ്കിലും വരാൻ തുടങ്ങി. അപ്പൊ ലൈഫിലെ മീനിങ്സ് എല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു, മീനിങ്ലെസ് ആയിട്ട് മാറി. അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ റിലീജിയൻ പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു മോറൽ ഗൈഡൻസോ ഒരു കംഫോർട്ടോ ജെന്യൂൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ കാലത്ത്. ബിക്കോസ് ആളുകള് വാർ കൊണ്ട് ഒരുപാട് പേരെ നഷ്ടമായി. ചുറ്റിനും ഡിസ്ട്രക്ഷനും, പോവേർട്ടി, ഫുഡ് കിട്ടുന്നില്ല, പൈസയുടെ ഇഷ്യൂസ്. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ആളുകൾക്ക് പതുക്കെ റിലീജിയനിലുള്ള അല്ലെങ്കിൽ ഗോഡിലുള്ള വിശ്വാസമൊക്കെ പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. ഇത് തന്നെയാണ് ടി.എസ്. ഇലിയട്ടിന്റെ ദ വേസ്റ്റ്ലൻഡ് എന്നുള്ള വർക്കിനകത്തും പറഞ്ഞു പോയേക്കുന്നത്. ഒരു അർബൻ കെയോസ് വരാൻ തുടങ്ങി. റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ മൂലം ആളുകളെല്ലാം ഏലിനേറ്റഡ് ആവാൻ തുടങ്ങി. സിറ്റീസിലുള്ള ആളുകളൊക്കെ സിറ്റീസ് എല്ലാം ഒരു ഹാഫ് ഡെസേർട്ടഡ് സ്ട്രീറ്റ്സ് ആയിട്ട് മാറി. എല്ലാവരും ലോസ്റ്റ് ആൻഡ് ഡിസ്കണക്റ്റഡ് പോലെയായി. അത് തന്നെയാണ് ടി.എസ്. ഇലിയട്ടിന്റെ മറ്റൊരു വർക്ക് ആയിട്ടുള്ള ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രിഫ്രോക്ക് എന്നുള്ളതിനകത്ത് പറയുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാ മോഡേണിസ്റ്റ് വർക്ക്സും മോറൽ ഡീകയെ കുറിച്ചാണ് സംസാരിച്ചത്. വെൽത്ത് കൊണ്ട് ആളുകൾ കറപ്റ്റഡ് ആവുന്നു, റിലേഷൻഷിപ്സിനൊക്കെ യാതൊരു മീനിങ്ങും കൊടുക്കുന്നില്ല, ട്രഡീഷണൽ വാല്യൂസിനൊന്നും മീനിങ് ഇല്ല. ആ ഒരു മെറ്റീരിയലിസം അല്ലെങ്കിൽ മണി, പ്രോപ്പർട്ടി, ലക്ഷറി, ഇതിന്റെ പുറകെ ആളുകൾ പായുന്നു. അതിനകത്ത് ഫുള്ള് ഹോളോനെസ് ആണ് ഉള്ളത്, ഒരു ഷാലോ ഫീലിംഗ് ആണ് ഉള്ളത്. പിന്നെ വാറിന്റെ ട്രോമയാണ് അടുത്ത തീം എന്ന് പറയുന്നത്. വാറിന്റെ ട്രോമ എന്ന് പറയുന്നത് മോഡേണിസ്റ്റ് ലിറ്ററേച്ചറിലെ ഫണ്ടമെന്റലി ഷേപ്പ് ചെയ്തൊരു കാര്യമാണ് വാറിന്റെ ട്രോമ എന്ന് പറയുന്നത്. ബിക്കോസ് ഒരുപാട് പേർക്ക്, മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് പീപ്പിളിന് എന്ത് പറ്റി? ഈ ഒരു ട്രോമ കാരണം സൈക്കോളജിക്കലി അവർ ഡാമേജ്ഡ് ആയി, ഫിസിക്കലി അവർ ഡാമേജ്ഡ് ആയി. അത് തന്നെയാണ് മറ്റൊരു റൈറ്റർ ആയിട്ടുള്ള വിർജീനിയ വൂൾഫിന്റെ മിസ്സസ് ഡാലവേ എന്നുള്ള വർക്കിനകത്തും പറയുന്നത്. അതിനകത്തൊരു ക്യാരക്ടർ ഉണ്ട്, സെപ്റ്റിമസ് എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. അയാൾക്ക് ഹാലുസിനേഷൻസ് ആണ് ഉണ്ടാവുന്നത്. ഇനി ഐഡന്റിറ്റി എങ്ങനായിട്ട് മാറി? ക്യാരക്ടേഴ്സിന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ആളുകളുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ വർക്ക്സിന്റെ പൊതുവേ ഉള്ള ഒരു ഇതെന്ന് പറയുന്നത് ഫ്രാഗ്മെന്റഡ് ആയിട്ട് മാറി, ഒരു കണക്ഷൻ ഇല്ലാതായി മാറി. ഇൻഡിവിജ്വൽസിന് അവരൊരു കംപ്ലീറ്റ് ഹ്യൂമൻ ബീയിങ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റാതെയായി. അവരുടെ തന്നെ എക്സിസ്റ്റൻസിനെ കുറിച്ചും കപ്പാസിറ്റിയെ കുറിച്ചും ഒക്കെ എല്ലാ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ ആളുകളും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. കമ്മ്യൂണിക്കേഷൻ ഒന്നും എന്ത് ചെയ്യാൻ തുടങ്ങി? ബ്രേക്ക് ഡൗൺ ചെയ്യാൻ തുടങ്ങി. ക്യാരക്ടേഴ്സിന് തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ഒരു ഓഥന്റിക് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ചെയ്യുന്നില്ല. ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ക്യാരക്ടേഴ്സ് ഒക്കെ സ്ട്രഗിൾ ചെയ്യുവാണ് വർക്കിനകത്ത്. നമ്മൾ ഈ ഓരോ വർക്ക്സ് എടുത്ത് നോക്കുമ്പോൾ. ഇനി ടൈമിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ടൈമിന് ഒരു ലീനിയറിറ്റി ഇല്ല, ഒരു ലോജിക്കാലിറ്റി ഇല്ല. അത് കുറച്ചും കൂടി എന്താ പറയാ, ക്രൊണോളജിക്കൽ ആവണം ടൈം എന്ന് പറയുമ്പോൾ, അല്ലേ? 1 by 1 ആയിട്ട് ഹാപ്പൻ ചെയ്യേണ്ടതാണ് ടൈം. പക്ഷെ അതിനൊരു ക്രൊണോളജി നഷ്ടപ്പെട്ട് എന്താ പറയാ, ഒരു ഫ്ലൂയിഡിറ്റി നഷ്ടപ്പെട്ടു. ഇപ്പൊ ജെയിംസ് ജോയ്സിന്റെ യുലീസസ് എന്നുള്ള വർക്കിനകത്തൊക്കെ ആ ഒരു നറേഷൻ തന്നെ അങ്ങനെയാണ്. ചിലപ്പോൾ ഇങ്ങനത്തുള്ള നോവൽസ്, മോഡേണിസ്റ്റ് വർക്ക്സിനകത്ത് സംടൈംസ് സഡൻലി ദ നറേഷൻ എന്താ പറയാ ഹാപ്പൻസ്
ലൈക്ക് ഒരു കണക്ഷനും ഇല്ലാതെ പോലെയായിരിക്കും നറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇന്റർ കണക്റ്റഡ്നെസ് കാണത്തില്ല. ഇനി മോഡേണിസ്റ്റ് റൈറ്റേഴ്സിന്റെ ഒരു വർക്കിനകത്ത് നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു എലമെന്റ് എന്ന് പറയുന്നത് സെർച്ച് ഫോർ ഒതന്റിസിറ്റി ആണ്. ഒരു ആർട്ടിഫിഷ്യൽ വേൾഡിലായിരിക്കും ക്യാരക്ടേഴ്സ് എല്ലാം ജീവിക്കുന്നത്. ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഒരു മെക്കാനിക്കൽ വാല്യൂസ്, അതിനകത്ത് ഹ്യൂമൻ വൈറ്റാലിറ്റി ഒന്നും കാണില്ല. ഒരു റൂട്ട്ലെസ്നെസ്, ഒരു കണക്ഷൻ ഇല്ലായ്മ അല്ലെങ്കിൽ ഡിസ്കണക്ഷൻ ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഉം. ഇനി ജെൻഡറിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ റൈറ്റേഴ്സ് എല്ലാം പേട്രിയാർക്കൽ നോംസിനെ ചലഞ്ച് ചെയ്ത് എഴുതാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ വിർജീനിയ വൂൾഫിന്റെ റൂം ഓഫ് വൺസോണിനകത്ത് സ്ത്രീകളുടെ ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ വേണം, സ്ത്രീകൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ വേണം എന്നുണ്ടെങ്കിൽ ബോത്ത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും വേണം, ഒരു ഫിസിക്കൽ സ്പേസും വേണം. എന്നാലേ സ്ത്രീകൾക്ക് ഇന്റലക്ച്വൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് വിർജീനിയ വൂൾഫ് എ റൂം ഓഫ് വൺസോണിനകത്ത് പറഞ്ഞത്. അപ്പൊ ആ ഒരു ജെൻഡർ ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നു മോഡേണിസ്റ്റ് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ വർക്ക്സിനകത്ത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ആൻസൈറ്റി ആണ്. നമ്മൾ നമ്മുടെ മീനിങ്സിനെ, നമ്മുടെ എക്സിസ്റ്റൻസിനെ, നമ്മുടെ ലൈഫിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. നമ്മുടെ എക്സിസ്റ്റൻസിന് യാതൊരുവിധ മീനിങ്ങും ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു ഡൗട്ടോട് കൂടി നമ്മൾ പിന്നെ ലൈഫിനെ ക്വസ്റ്റ്യൻ ചെയ്ത് ജീവിക്കുന്നു. ഒരു കൾച്ചറൽ കൊളാപ്സ് ഉണ്ട്. അതായത് നമ്മുടെ സിവിലൈസേഷൻ, നമ്മുടെ റിലീജിയൻ, ഇതിനെല്ലാം അങ്ങ് കൊളാപ്സ് ആയി മാറുവാണ്. ഒരു സിംഗിൾ ബിലീഫ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സബ്ജക്റ്റീവ് ട്രൂത്ത് അല്ലെങ്കിൽ ഒരാൾക്ക് അയാൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഇത് എലമെന്റ് കാണുമല്ലോ അയാളുടെ ലൈഫിൽ. അപ്പൊ അതിനകത്ത് അങ്ങനെ ഒരു കാര്യമേ പോയി. മൾട്ടിപ്പിൾ ആയിട്ട് അല്ലെങ്കിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ് വരാൻ തുടങ്ങി. എല്ലാത്തിനെയും അങ്ങ് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ഒരു ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള നെറേറ്റീവ് സ്ട്രക്ചർ ആണ് ഉള്ളത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ടൈം ലീനിയാരിറ്റി കാണത്തില്ല. ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് ചിലപ്പോൾ അടുത്ത സെന്റൻസിൽ മറ്റൊരു കാര്യത്തിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. മാത്രമല്ല ക്യാരക്ടേഴ്സിനെല്ലാം മൾട്ടിപ്പിൾ വോയിസസ് ആണ് ഉള്ളത്. അതെല്ലാം കാണിക്കുന്ന ഈ ഒരു പോസ്റ്റ് വാർ പീരീഡിനെയാണ്. ഒരു കണക്ഷൻ ഇല്ലായ്മയാണ് കാണിക്കുന്നത്. ഒരു സീക്വൻസ് കാണത്തില്ല. എന്തെങ്കിലും ഡിസോർഡേർഡി ആയിട്ടായിരിക്കും പറയുന്നത്. ബ്രോക്കൺ ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കും, ബ്രോക്കൺ പാസേജസ് ആയിരിക്കും ഉള്ളത്. ഇനി ഫ്രാഗ്മെന്റേഷൻ കൊണ്ടുവന്ന മറ്റൊരു സ്റ്റൈലാണ് കൊളാഷ് എന്ന് പറയുന്ന ഒരു സ്റ്റൈല്. കൊളാഷ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെന്റ്സിനെ എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്സിനെ അടുത്തടുത്ത് വെക്കുന്നു. ഒരു സ്മൂത്ത് ട്രാൻസിഷൻ കാണത്തില്ല. അതാണ് കൊളാഷ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഗ്രാമർ ആണെങ്കിലും പങ്ക്ച്വേഷൻ ആണെന്നുണ്ടെങ്കിലും റൈറ്റേഴ്സ് അതിനെയെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തായിരിക്കും എഴുതുന്നത്. ചിലപ്പോൾ ഗ്രാമർ പങ്ക്ച്വേഷൻ ഒന്നും കാണത്തില്ല. അത് ആ ക്യാരക്ടറിന്റെ മെന്റൽ ഇൻസ്റ്റബിലിറ്റിയെ കാണിക്കാനായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോൾ സെന്റൻസസ് ഇങ്ങനെ ലോങ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടേയിരിക്കും വിത്തൗട്ട് എനി ഫുൾ സ്റ്റോപ്സ്. അത് ആ ഒരു ഫ്ലോ ഓഫ് തോട്ടിനെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ തടസ്സമില്ലാതെ തോട്ട്സ് ഇങ്ങനെ പോകുന്നു ആ ക്യാരക്ടറിന്റെ എന്ന് കാണിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഫ്രാഗ്മെന്റഡ് ഡയലോഗ്സ് ആയിരിക്കും ഡ്രാമയ്ക്കകത്ത് ഉണ്ടായിരിക്കുന്നത്. ക്യാരക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുന്ന എല്ലാം ചിലപ്പോൾ സിംഗിൾ വേർഡ്സ് ആയിരിക്കും, ചിലപ്പോൾ സൈലൻസ് ആയിരിക്കും. അവർ വലുതായിട്ട് അട്ടർ ചെയ്യത്തില്ല ഒന്നും. അതുപോലെ തന്നെ എന്താണ്, ക്യാരക്ടറിന്റെ ഐഡന്റിറ്റി തന്നെ ഒരു സ്റ്റേബിൾ ആയിരിക്കത്തില്ല. ചുമ്മാ ഇങ്ങനെ അയാളുടെ റോൾ എന്താണ്, അയാളുടെ ലൈഫ് മീനിങ്ലെസ് ആണ്, അയാളുടെ പേർപ്പസ് എന്താണ്, അതൊരു കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ അങ്ങ് സംസാരിച്ച് കളയും ക്യാരക്ടേഴ്സ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വർക്ക്സിനകത്തൊക്കെ വേറെ ഹിസ്റ്റോറിക്കൽ ഫ്രാഗ്മെന്റ്സ് വരും. അതായത് ടി.എസ്. ഇലിയട്ടിന്റെ ദ വേസ്റ്റ്ലൻഡ് എന്നുള്ള വർക്കിനകത്ത് നമ്മുടെ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിനെ കുറിച്ച് അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് ഐഡിയാസ്, ഫിലോസഫി വരുന്നുണ്ട്, ഫ്രഞ്ച് ഐഡിയാസ് വരുന്നുണ്ട്, ഇറ്റാലിയൻ ഐഡിയാസ്, ഇംഗ്ലീഷ് ഫ്രാഗ്മെന്റ്സ്, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പൊ ആ ഒരു വെസ്റ്റ് എന്നുള്ള ആ ഒരു കൾച്ചർ ഉണ്ടല്ലോ, അതിനെ അങ്ങ് ബ്രേക്ക് ഡൗൺ ആവുകയാണ്. ഏലിനേഷൻ ആണ് മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്. മിക്കവാറുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ലോൺലി ആയിരിക്കും സൊസൈറ്റിയിൽ നിന്ന്. അവർ ആ ഇൻഡസ്ട്രിയൽ അർബൻ ലൈഫിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഒറ്റയ്ക്ക് വാണ്ടർ ചെയ്ത് നടക്കുന്നു, അവരിങ്ങനെ അൺസീൻ ആയിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസിഗ്നിഫിക്കൻസ് തോന്നുന്നു അവർക്കെല്ലാം. ക്യാരക്ടേഴ്സ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, ഒരു ഒറ്റപ്പെടലായിരിക്കും. സെൻട്രൽ ഇഷ്യൂ തന്നെ ഏലിനേഷൻ ആണ്. അവരുടെ ഫണ്ടമെന്റൽ പർപ്പസിനെ അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നു. അപ്പം ആൽബർട്ട് ക്യാമുവിന്റെ ദ സ്ട്രേഞ്ചർ എന്നുള്ളൊരു വർക്കുണ്ട്. അതിനകത്ത് മദറിന്റെ ഡെത്ത് അറിയുമ്പോൾ ക്യാരക്ടർ വലിയ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല. അമ്മ മരിച്ചു, അത്രേ ഉള്ളൂ. വേറൊരു അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല ക്യാരക്ടറിന്. പിന്നെ അതുപോലെ തന്നെ മെഷീൻസ് ആണ് ഹ്യൂമൻ ഇന്ററാക്ഷനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. മെഷീൻസ് വന്ന് ഹ്യൂമൻ കണക്ഷൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഒരു സോഷ്യൽ ഏലിനേഷൻ ആണ് നമുക്ക് വർക്ക്സിനകത്തൊക്കെ കാണാൻ സാധിക്കുന്നത്. ഫാമിലിയിൽ നിന്ന് അകന്നു മാറുന്നു. അവർക്ക് ആ ഒരു ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള ഒരു അടുപ്പം ഇല്ല. അതൊക്കെ. പിന്നെന്താണ്, വാറും അതിന്റെ ട്രോമയും, അതെല്ലാം നമുക്ക് ഇതിനകത്ത്
കാണാൻ സാധിക്കുന്നുണ്ട്. മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് പിന്നെ വളരെ യൂസ് ചെയ്ത ഒരു ടെക്നിക്കാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക്. അതായത് ഒന്നുമില്ല, ഒരു ക്യാരക്ടർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഒരു ബന്ധമില്ലാത്ത രീതിയിൽ. ചിലപ്പോൾ ഒരു ക്യാരക്ടർ അയാളുടെ ലൈഫിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇൻ ദ നെക്സ്റ്റ് മൊമെന്റ് ഷീ വിൽ ബി അല്ലെങ്കിൽ ഹി വിൽ ബി ടോക്കിംഗ് അബൌട്ട് സം അതർ തിങ്സ്. ഒരു കണക്ഷനും ഇല്ലാതെ ആ ക്യാരക്ടറിന്റെ തോട്ടിനെ ഇങ്ങനെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക്. കണ്ടിന്യൂസ് ആയിട്ട് ആ ഫ്ലോ ഓഫ് തോട്ട്സ് കാണിക്കുന്നു, അൺഫിൽറ്റേർഡ് ആയിട്ട്. അത് കാണാൻ സാധിക്കുന്ന വിർജീനിയ വുൾഫിന്റെ മിസ്സസ് ഡാലോവയ്ക്കകത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ക്ലാരിസ എന്നുള്ള ക്യാരക്ടറിന്റെ മൈൻഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഫ്ലൂയിഡ് ആയിട്ട്. മെമ്മറീസ് വരുന്നു, ഓരോ അസോസിയേഷൻസ് വരുന്നു, ഒരു ലോജിക്കാലിറ്റി ഇല്ല, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുവാണ്. ജെയിംസ് ജോയ്സും ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്കിനെ ഇന്റീരിയർ മോണലോഗ് എന്നും പറഞ്ഞ് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ യുലീസസ് എന്നുള്ള വർക്കിനകത്ത്. ഒരു പങ്ക്ച്വേഷനും ഇല്ലാതാണ് അദ്ദേഹം ഒരു ക്യാരക്ടറിന്റെ തോട്ട്, മോളി ബ്ലൂം എന്നുള്ള ക്യാരക്ടറിന്റെ തോട്ടിനെ എഴുതി പോയേക്കുന്നത് ആ റൈറ്റർ. ഒരു റിഥമും ഇല്ല, ഒരു പങ്ക്ച്വേഷനും ഇല്ല, ഒരു ഫുൾ സ്റ്റോപ്പും ഇല്ലാതെ. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടി.എസ്. ഇലിയട്ട് എന്ന് പറഞ്ഞ റൈറ്ററിന്റെ ഒക്കെ വർക്ക്സിനകത്ത് നമുക്ക് മിത്തിക് മെത്തേഡ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. മിത്തിക് മെത്തേഡ് എന്ന് വെച്ചാൽ മിത്തിനെ യൂസ് ചെയ്യും, ഏൻഷ്യന്റ് ആയിട്ടുള്ള മിത്തിനെ യൂസ് ചെയ്തിട്ട് അതിനൊരു എന്താ പറയാ ഒരു സ്ട്രക്ചർ കൊടുക്കുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു മിത്ത് വെച്ചിട്ട് ഈ മോഡേൺ പീരീഡിലെ ആ ഒരു കൺഫ്യൂഷനെ കാണിക്കുന്നു. ഇപ്പൊ വേസ്റ്റ്ലൻഡ് എന്നുള്ളൊരു പോവം ടി.എസ്. ഇലിയട്ടിന്റെ, അതിനകത്ത് ഫിഷർ കിങ് എന്നുള്ള ഒരു രാജാവിന്റെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന്റെ മിത്താണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഫ്രീ വേഴ്സിലായിരിക്കും എഴുതി പോയേക്കുന്നത്. ഫ്രീ വേഴ്സ് എന്ന് വെച്ചാൽ വിത്തൗട്ട് എനി റൈം ഓർ റിതം അല്ലെങ്കിൽ മീറ്ററോ ഒന്നും കാണത്തില്ല പോയത്തിന്. ട്രഡീഷണൽ റൈം സ്കീമോ ഒന്നും കാണത്തില്ല, നാച്ചുറൽ ആയിട്ടുള്ള സ്പീച്ച് പാറ്റേണോ ഒന്നും കാണത്തില്ല, ഒരു റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്യത്തില്ല. ഇനി മീറ്റർ ആൻഡ് റൈം എല്ലാം കളയും. എസ്ര പൗണ്ട് ആണെങ്കിലും ടി.എസ്. ഇലിയട്ട് പോലുള്ള റൈറ്റേഴ്സ് ആണെങ്കിലും ഒരു യൂണിഫോമിറ്റി കാണത്തില്ല, പ്രെഡിക്റ്റബിലിറ്റി കാണത്തില്ല. ഇപ്പം നോവൽ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്ലോട്ട് സ്ട്രക്ചർ കാണത്തില്ല. അതായത് ഇപ്പം എന്താ പറയാ, ഒരു ലോജിക്കാലിറ്റി വേണമല്ലോ, ഒരു തുടക്കം വേണം, ഒരു സ്റ്റോറി വേണം, ഒരു പ്ലോട്ട് വേണം, ഒരു ഒടുക്കം വേണം. പക്ഷെ അങ്ങനെ കാണത്തില്ല, ഒരു പങ്ക്ച്വേഷൻ റൂളോ ഒന്നും കാണത്തില്ല. പിന്നെ അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിന്റെ ഇന്നർ തോട്ട്സിനായിരിക്കും ഇവർ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത്. സബ്ജക്ടിവിറ്റിക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് സിംബോളിക് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് യൂസ് ചെയ്യും ഈ ക്യാരക്ടേഴ്സിന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കാണിക്കാൻ. ഇപ്പൊ വേസ്റ്റ് ലാൻഡ് എന്നുള്ള ഒരു ടൈറ്റിലിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. വേസ്റ്റ് ലാൻഡ് ആണ് അത്, ആ കൾച്ചറൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ഡ്രൈനെസിനെ കുറിച്ചാണ് കാണിക്കുന്നത് മോഡേൺ പീരീഡില്. പിന്നെ ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞ് ദ ഗ്രേറ്റ് ഗാറ്റ്സബി എന്നുള്ളൊരു മൂവിയും ഒരു ബുക്കും ഉണ്ട്. അതിനകത്ത് ഗ്രീൻ ലൈറ്റിനെ സിംബലൈസ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അൺറീച്ചബിൾ ആണ്, ഒരു അൾട്ടിമേറ്റ് ഇമ്പോസിബിലിറ്റി ആണ്. അതൊരു ഡ്രീം ആയിട്ട് തന്നെ കിടക്കുന്നു, അതിനെ നമുക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മിറേഴ്സിനെ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്, അതൊരു ഐഡന്റിറ്റി ഫ്രാഗ്മെന്റേഷനെ കാണിക്കാനാണ്. അതായത് സെൽഫ് ഇമേജ് ഇല്ല ഒരു ക്യാരക്ടേഴ്സിന്, അവരെങ്ങനെയോ അങ്ങ് ജീവിച്ചു പോവാണ്. ഇപ്പൊ വാട്ടറിന്റെ സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്, ഡെത്തിനെ, റീബർത്തിനെ, പ്യൂരിഫിക്കേഷനെ കാണിക്കാനൊക്കെ ദ വേസ്റ്റ്ലൻഡ് എന്നുള്ള വർക്കിനകത്ത്. ഫയറിനെ യൂസ് ചെയ്യുന്നുണ്ട് ക്ലെൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി. മിത്തിനെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ.